ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. LDCയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ എത്തിക്കുക. അപ്പോൾ LP UP മറ്റു PSCയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചാനലിൽ അതാത് സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷന് കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം LDCയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചാണ്. ഖാദി ബോർഡ് LDCയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാറ്റഗറി നമ്പർ 054/2022 ആയിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് 75.67 ആണ്. ഖാദി ബോർഡ് LDC ആണ്. 75.67 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ എത്ര കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. മെയിൻ ലിസ്റ്റിൽ 166 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതേപോലെ സപ്ലിമെൻ്ററിയിൽ 174 പേര്, ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളവർ 15 പേര്, ടോട്ടൽ 355 പേരാണ് ലിസ്റ്റിലുള്ളത്. ഖാദി ബോർഡ് LDC എഴുതിയവർ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. ആരെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഏത് കാറ്റഗറിയാണ് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടോട്ടൽ 355 പേരാണ് ലിസ്റ്റിലുള്ളത്. ഇനി നമുക്കറിയാം LD ക്ലർക്കിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് പല ജില്ലകളായിട്ട് വന്നുകൊണ്ടിരുന്നു. മെനിഞ്ഞാന്ന് പാലക്കാട് ജില്ലയിൽ വന്നിരുന്നു. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇന്നലെ LDC ആലപ്പുഴയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ആലപ്പുഴ എക്സാം എഴുതിയവർ അവരുടെ പ്രൊഫൈലും ചെക്ക് ചെയ്യുക, ടെക്സ്റ്റ് മെസ്സേജും ചെക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് പിഴവൊന്നും കൂടാതെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള വീഡിയോസ് ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കാണുക, ഉപകാരപ്പെടും. പിന്നെ ഇതുവരെ ഏതൊക്കെ ജില്ലകളിൽ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, പാലക്കാട്, ആലപ്പുഴ ഈ ജില്ലകളിലൊക്കെ LDC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം മെസ്സേജ് വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അവരുടെ മാർക്കും ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും. അപ്പോൾ കുറേ പേരുടെ സംശയമാണ്, ഈ മെസ്സേജ് വന്ന ജില്ലകളിലൊക്കെ വീണ്ടും മെസ്സേജ് വരാൻ സാധ്യതയുണ്ടോ എന്ന് കുറേ പേര് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നേക്കാം. അവർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടവരിൽക്കാളും ഒരു 10% കൂടുതലായിട്ടാണ് കൂടുതൽ പേർക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത ശേഷം വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എക്സ്ട്രാ ആൾക്കാർക്ക് കൂടെ വെരിഫിക്കേഷൻ മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രൊഫൈൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. വീണ്ടും വന്ന ജില്ലകൾ വരാൻ സാധ്യതയൊക്കെയുണ്ട്. പിന്നെ ഒരു ഡൗട്ടാണ്, ഈ മെസ്സേജ് വന്നവരൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന്. ചിലപ്പം ഉണ്ടാകണമെന്നില്ല. എല്ലാവരും നിർബന്ധമായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നില്ല. ഞാൻ പറഞ്ഞു 10% കൂടുതലായിട്ടാണ് മെസ്സേജ് അയക്കുക. ഇങ്ങനെയാണ് PSC ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം പുതിയ ഇൻഫർമേറ്റീവായ വീഡിയോസിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.